Good morning, dear children. In the last class, we discussed about venture capital. What is venture capital? What are the main functions relating to venture capital? And what are the various stages of venture capital? Today, we are going to discuss about the advantages and disadvantages of venture capital. Venture capital is the long-term source of finance. So, venture capitals are provided to small or medium-sized business promoted by individuals or firms. ഫേംസിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സിനോ അവരുടെ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ ആർ യൂസ്ഫുൾ ഫോർ കണ്ടക്ടിങ് ഹയർ റിസ്കി എലമെൻറ്റ്സ് റിലേറ്റിംഗ് ടു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കി ടെക്നോളജീസ് അപ്ലൈ ചെയ്യാനും ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനൊക്കെ എൻ്റർപ്രണറിന് അല്ലെങ്കിൽ കമ്പനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ സ്റ്റേജസ്: സീഡ് ക്യാപിറ്റൽ, സ്റ്റാർട്ടപ്പ് ഫിനാൻസിങ്, ഫസ്റ്റ് സ്റ്റേജ് ഫിനാൻസിങ്, സെക്കൻഡ് സ്റ്റേജ് ഫിനാൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റേജസ്. So today we are going to discuss about various advantages of venture capital. വെഞ്ചർ ക്യാപിറ്റൽ കൊണ്ട് എൻ്റർപ്രണറിന് അല്ലെങ്കിൽ ഫേമിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഫോർ ഇന്നോവേറ്റീവ് ബട്ട് ഹൈ റിസ്കി ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫോർ ഇന്നോവേറ്റീവ് ആൻഡ് ഹൈലി ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് അപ്ലൈ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിന് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ട്രീറ്റഡ് ആസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് ഇസ് ഇറ്റ് സെർവ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷണൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു സപ്പോർട്ട് കൂടെ ഏത് നൽകുന്നുണ്ട്? നമ്മുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് സിസ്റ്റം നൽകുന്നുണ്ട്. സോ ഇറ്റ് സെർവ് ആസ് എ കാറ്റലിസ്റ്റ് ഓർ സപ്പോർട്ട് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷൻ. അപ്പോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിലുള്ള റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കൈവരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ മൊത്തമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. സോ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നോർമലി നമ്മളെ നാഷണൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത് എല്ലാം തന്നെ ഉണ്ടാവും. സോ നാഷണൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് ഒരു വേ ഉണ്ടാക്കുകയാണ് വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് നൽകുന്നതിലൂടെ ചെയ്യുന്നത്. So that is the second advantage. And the third advantage is fetches very high return for the investors who have risk appetite. അതായത് വളരെ ഹയർ ലെവലിലുള്ള റിട്ടേൺ, അതായത് വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസിലൂടെ നല്ല രീതിയിലുള്ള റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. അവർ വളരെ റിസ്കി ആയിട്ടുള്ള വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതും വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ഇറ്റ് എൻകറേജസ് എൻ്റർപ്രണേഴ്സ് വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽ ബട്ട് ലാക്ക് ഫണ്ട്സ് ടു വെഞ്ചർ ഇൻ ടു ദ ബിസിനസ്. എൻ്റർപ്രണേഴ്സിനെ നല്ല രീതിയിൽ, അതായത് ഇന്നോവേറ്റീവ് ഐഡിയാസ് അതേപോലെ സ്കില്ലുകൾ കൊടുത്തുകൊണ്ട് എൻ്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫണ്ട് എന്ന് പറയുന്നത് ബിസിനസ് ലാക്ക് ഫണ്ട്സ് ടു വെഞ്ചർ ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ എൻ്റർപ്രണേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു എൻകറേജ്മെൻ്റ് ആയിട്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് ഇസ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഹെൽപ്പ് to convert scientific inventions into innovative products and help the society to enjoy the fruits of scientific knowledge. പുതിയ പരീക്ഷണങ്ങൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടത്താനും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിലൂടെ കൊടുക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു ദ സൊസൈറ്റി ടു എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻറ്റിഫിക് നോളജ്. പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും അതിലൂടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സൊസൈറ്റീനെ സഹായിക്കുന്നത് ഇത്തരം അസിസ്റ്റൻസ് കിട്ടുന്നത് കൊണ്ടാണ്.
അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് നോളജ് അതിലൂടെയുള്ള അവയർനെസ്സിനൊക്കെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുള്ളാണ്. Another advantage is it provide management and marketing expertise to the assisted venture and help to attain overall development. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസിനൊക്കെ അസിസ്റ്റഡ് വെഞ്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ തന്നെ ആകെ ഉള്ള ഡെവലപ്മെൻറ്റിന് അത് സഹായകമാണ്. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ the companies or the financial authorities to firms or individuals. നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈലി റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൾമോസ്റ്റ് 50-50 ചാൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഗെറ്റിംഗ് റിട്ടേൺ. നമ്മളെ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് 50-50 ചാൻസ് ആണ്. റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കിട്ടുക എന്നുള്ളത് നമുക്ക് അതിനൊരു ഷുവർട്ടി ഇല്ല. അതായത് 50-50 ചാൻസസ് ആണ് റിട്ടേൺ കിട്ടുന്നതിനുള്ളത്. സോ പ്രോഫിറ്റബിലിറ്റീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു റിസ്ക് റിലേറ്റഡ് എലമെൻറ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. Sometimes the venture capitalist may interfere in the working of assisted companies and the freedom of the working of such companies may be disturbed. ചില ഘട്ടങ്ങളിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇടപെടൽ ഇതിലുണ്ടാവും. വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് വാങ്ങിയിട്ടുള്ള കമ്പനികളിൽ ഉണ്ടാവും. അവരുടെ ഫ്രീഡത്തിൽ കൈകടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ വെഞ്ചർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്ത സ്ഥാപനങ്ങൾ വാങ്ങിയ സ്ഥാപനങ്ങളുടെ ഫങ്ഷനിങ്ങിനെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിലുള്ള കൈകടത്തലുകൾ നടത്താം. അത് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ദീസ് ആർ ദ 2 മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. സോ ഡിയർ ചിൽഡ്രൻ, ഈ മൊഡ്യൂളിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹെഡാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന മൊഡ്യൂളാണ്. വാട്ട് ആർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം സപ്ലൈ the necessary financial inputs for production of goods and services. The functioning of financial system mainly based on the functioning of regulatory authorities. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മളെ വളരെ ഗ്രോയിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഗ്രോ ചെയ്യുന്നത്. സോ റെഗുലേറ്ററി അതോറിറ്റീസ് ഓർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. There are different organizations or authorities, they work as financial regulators in India. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെഗുലേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ചില ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ? ഇന്ത്യയിലുള്ള മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ നബാർഡ്, എക്സിം ബാങ്ക്, സെബി, IRDAI തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ റെഗുലേറ്ററി അതോറിറ്റീസ് ആയിട്ടാണ് ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് ഇൻ ഇന്ത്യ ആർ RBI, that is the Monetary Authority of Finance in India, that is Reserve Bank of India. Then SEBI, Securities and Exchange Board of India. Then Telecom Regulatory Authority of India, that is TRAI. Then Insurance Regulatory and Development Authority, that is IRDA. Pension Fund Regulatory and Development Authority, that is PFRDA. Then Forward Markets Commission, that is FMC. FS and SAI, that is Food Safety and Standards Authority of India. And CERC, Electricity Regulator. These are the main regulatory authorities or regulatory institutions functioning in India.
A survey conducted for identifying the most popular regulator shows that Reserve Bank of India and SEBI are the most known among the regulators. നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും. ഇത് രണ്ടും തന്നെ നമ്മളെ സർവേ കണ്ടക്ട് ചെയ്തിട്ട് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റെഗുലേറ്റർ ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. Reserve Bank of India is the topmost banking authority of our country. So each and every country has a central bank. Our central bank is Reserve Bank of India. All the economic systems provide a mechanism in the form of an apex institution. So our apex institutions or topmost monetary authority is Reserve Bank of India. Its main purpose is to sustain and strengthen the financial systems. The apex institution is generally called central bank of a country. So, our central bank, Reserve Bank of India, established under Reserve Bank of India Act 1934. Reserve Bank of India, in the present time, it performs many functions of different nature that is difficult to narrate one by one. Reserve Bank of India is a bank which controls credit and it is the lender of last resort. It also acts as banker's bank, so it includes different varieties of functions. In 1926, Royal Commission on Indian Currency suggests creation of central bank named the Reserve Bank of India. So, the Reserve Bank of India Act is passed to constitute RBI. Then, in 1935, 1st April, RBI starts its operations as a shareholders bank. In 1938, RBI issued notes first time. 1935 അതായത് ഏപ്രിൽ 1 ആർ ബി ഐയുടെ ഓപ്പറേഷൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1934 ആക്ട് പ്രകാരം ആർ ബി ഐ 1935 ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർ ബി ഐ ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങുന്നത് 1938. സോ 1940 ആർ ബി ഐനെ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐൻ്റെ അക്കൗണ്ടിങ് ഇയർ ചേഞ്ച് ചെയ്ത ഒരു വർഷം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. സോ ആർ ബി ഐയുടെ ഓപ്പറേഷൻസിൽ ഒരു 1926 മുതൽ 1940 വരെയുള്ള ഇയേഴ്സാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഇയേഴ്സ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി ഐ ഈസ് CD ദേശ്മുഖ്. ദേശ്മുഖാണ് ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണറായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത്. അത് 1943 അദ്ദേഹം ഫസ്റ്റ് ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1949 ആർ ബി ഐനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ആർ ബി ഐ നാഷണലൈസ്ഡ് ഓൺ January 1, 1949. Banking Companies Act comes into force 2 months later. In the year 1960, deposit insurance introduced. ആർ ബി ഐയുടെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1960. 1966 കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓപ്പറേഷൻസ് ആർ ബി ഐ ഏറ്റെടുക്കുന്നത്. ആർ ബി ഐൻ്റെ അണ്ടറിൽ കോർപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഓപ്പറേഷൻസ് ഒരു പരിധിവരെ വരാൻ കാരണം 1966 ഒരു ആക്റ്റാണ്. അതേപോലെ 1967 ബാങ്ക് നോട്ടുകളുടെ വലിപ്പം കുറച്ചു എന്നുള്ളതും ആർ ബി ഐനെ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇയറാണ്. ദെൻ 1969 14 ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ്സ് ഓഫ് ഓവർ ₹50 crores നാഷണലൈസ്ഡ്. 50 കോടിയുടെ മുകളിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള ബാങ്കുകൾ 14 ബാങ്കുകളെ 1969 നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. 1972 വരെ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരേ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിംഗ് സ്കീമാണ് അപ്ലൈ ചെയ്തിരുന്നത്. ബട്ട് ആഫ്റ്റർ 1972 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്ലൈഡ് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്കീം. 1978 എന്ന് പറയുന്നത് ആർ ബി ഐയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്. ആർ ബി ഐ കമൻസസ് ഗോൾഡ് ഓപ്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഇൻ 1978. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗോൾഡ് ഓപ്ഷൻ ആക്ടിവിറ്റീസ് ആർ ബി ഐ തുടങ്ങിയിട്ടുള്ളത് 1978.
ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വാരിയസ് ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് നോക്കാം. ദ മെയിൻ ഫങ്ഷൻ ഓഫ് RBI is monopoly of note issue. RBI has the sole right to issue currency notes of all denominations except 1 rupee note, which is issued by the Ministry of Finance of the Government of India and issue department of the entrusted with the task of printing and issuing currency notes. അപ്പോൾ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാവിധ അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം മോണിറ്ററി അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നതാണ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. സോ നോട്ട് ഇഷ്യൂയിങ് ലിമിറ്റിനെ നമ്മൾ പറയുക ഫിഡ്യൂഷ്യറി ലിമിറ്റ് എന്നാണ്. നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ലിമിറ്റാണ്. സോ നോട്ട് ഇഷ്യൂ ചെയ്യാൻ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ള, അതായത് ഫിനാൻസ് മിനിസ്ട്രി, അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് 1 rupee നോട്ട് അതേപോലെ കോയിൻസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നോട്ട്സും തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്യുന്നത്. One of the another function is credit control. It is the major function in the case of RBI. In order to ensure internal price stability and promote economic growth, RBI കൺട്രോളിങ് ദ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സുപ്രീം അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതേപോലെ ബാങ്ക് റേറ്റ് പോളിസി, CRR, SLR തുടങ്ങിയ ഒരുപാട് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് കൺട്രോള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ കൺസിഡർ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ റിലേറ്റിംഗ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്കായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. RBI ആക്ട് ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക് ഫോർ ബാങ്ക് ഓഫ് ഓൾ ദ ബാങ്ക്സ് ഇൻ ദ കൺട്രി. ഏതൊക്കെ രീതിയിലായിരിക്കും RBI ബാങ്കേഴ്സ് ബാങ്കായിട്ട് ഓപ്പറേഷൻ നടത്തുന്നത്? Every scheduled bank has to keep a certain minimum cash reserve with RBI. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. എല്ലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്ക്, സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെല്ലാം തന്നെ ഒരു മിനിമം ക്യാഷ് റിസർവ്സ് RBIയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് എടുക്കാനുള്ള റിസർവായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാരണം ബാങ്കേഴ്സ് ബാങ്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബിൽ ഡിസ്കൗണ്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ സെക്യൂരിറ്റീസ് വെച്ചിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RBI is empowered to supervise and control the entire banking system. ഈ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നടത്തുന്നത് കൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബാങ്കേഴ്സ് ബാങ്ക് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. Another important function of RBI is banker to the government. RBI ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അതായത് ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് ഓപ്പറേറ്റ്സ് ഗവൺമെൻറ് ഡെപ്പോസിറ്റ്സ്, receives and collects payments to the government, makes payment on behalf of the government and advise the government in financial matters. അങ്ങനെ പല കാര്യങ്ങളും ഗവൺമെൻറ്റിന് വേണ്ടി ആര് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള ഉപദേഷ്ടാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടി ബില്ല് കളക്ട് ചെയ്യുന്നുണ്ട്, ബില്ല് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റുകൾ പല രീതിയിൽ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു മീഡിയേറ്ററായിട്ടും അതേപോലെ അഡ്വൈസറായിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. സോ റിസർവ് ബാങ്ക് കൺസിഡർ ആസ് ദ ബാങ്കർ ടു ദ ഗവൺമെൻറ്. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് Reserve Bank of India act as the custodian of foreign exchange. Foreign exchange custodian എന്ന് വെച്ചാൽ പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കസ്റ്റഡിയിൽ വെക്കുന്ന ആൾ, അതാണ് കസ്റ്റോഡിയൻ. The RBI is the custodian of foreign exchange reserves. It maintains and stabilizes the external value of rupees, administers exchange controls imposed by the government. RBI ഇന്ത്യയുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, അതായത് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതേപോലെ മറ്റെല്ലാ തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസിലുമുള്ള കസ്റ്റോഡിയനായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
Here RBI buys and sells foreign currencies in order to attain exchange stability. So it fixes the buying and selling rate of foreign currencies. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും കറൻസിയുടെ റേറ്റ് ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. In addition to these functions, RBI performs some ordinary banking functions such as accepting deposit from the central government, state governments and private individuals, buys and sell and rediscount the bill of exchange of scheduled banks, grant loans and advances to central government, അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ലോക്കൽ അതോറിറ്റീസിനെല്ലാം തന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൈ ആൻഡ് സെൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗോൾഡ്, സിൽവർ തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്ക് ചെയ്യുന്ന നോർമൽ ഓർഡിനറി ബാങ്കിങ് ഫങ്ഷൻസ് എല്ലാം തന്നെ ആര് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസും അതേപോലെ ക്രെഡിറ്റ് കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.